ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അത്യുജ്വല തേജസ്സാർന്ന വാനരാധിപൻ സുഗ്രീവൻ വാനര സൈന്യങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഹനുമാനോട് അനൽപവീരനായ ഹനുമാൻ അനുജൻ കുംഭകർണ നിധനത്താലും ആത്മജ വിനാശത്താലും രാവണൻ പെട്ടെന്ന് യുദ്ധത്തിന് ഒരുങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് വേഗതയും ബലവുമുള്ള കവിമുഖ്യന്മാർ പന്തങ്ങളുമെടുത്ത് ഈ രാത്രിയിൽ തന്നെ ലങ്കാനഗരിയിലേക്ക് കയറട്ടെ. സൂര്യാസ്തമന ശേഷം ഘോരതരമായി വന്നു ചേർന്ന അന്ധകാരത്തിൽ തീപ്പന്തങ്ങളുമെടുത്ത് കവിപുങ്കവന്മാർ ലങ്കാപുരിയിലേക്ക് കടന്നു. ഭീമരൂപികളായ പ്ലവങ്കന്മാർ പാഞ്ഞടുക്കുന്നത് കണ്ട കാവൽക്കാർ വിരൂപാക്ഷരായ രാക്ഷസന്മാർ ഓടി ഒളിച്ചു കഴിഞ്ഞു. യാതൊരു മാർഗവിഘ്നവും ഇല്ലാതെ നഗരാന്തർഭാഗത്തെത്തിയ സുഗ്രീവപട ഗോപുരങ്ങൾ, കൊത്തളങ്ങൾ, പലതരത്തിലുള്ള ചെറുപാതകൾ, രാജവീഥികൾ, 7 നില മാളികകൾ മുതലായവയിൽ ഇമ്പത്തോടെ തീവെച്ചു തുടങ്ങി. മാമലതുല്യങ്ങളായ വൻ മേടകളും 1000 വീടുകളും ചാമ്പലായി നിലം പതിച്ചു. ഒന്നാന്തരം അകിൽ, ചന്ദനം തുടങ്ങിയവയും മുത്ത്, വജ്രം, പവിഴം മുതലായ ദിവ്യരത്നങ്ങളും വെൺപട്ടുകൾ, വീരാളിപ്പട്ടുകൾ എന്നീ വിശിഷ്ട വസ്ത്രങ്ങളും ചാരമായി തീർന്നു. വിചിത്രങ്ങളായ രോമത്തുണികൾ, കനകപാത്രങ്ങൾ, ഘോരായുധങ്ങൾ, ഭംഗിയിൽ നിർമ്മിച്ച തേർക്കോപ്പുകൾ, കുതിരക്കോപ്പുകൾ, ജീനികൾ, ആനച്ചങ്ങലകൾ, അവയുടെ വിവിധ ആകൃതിയിലുള്ള കണ്ഠാഭരണങ്ങൾ, അശ്വങ്ങളുടെയും ഗജങ്ങളുടെയും പോർച്ചട്ടകൾ, വീരഭടന്മാരുടെ കവചങ്ങൾ, വാൾ, വില്ല്, നാണ്, അമ്പ്, തോട്ടി, വേൽ, തോമരങ്ങൾ, രോമനിർമ്മിത വസ്തുക്കൾ, വെൺചാമരങ്ങൾ, പലതരത്തിലുള്ള തോലുകൾ, അണ്ടജങ്ങൾ, വ്യാക്രജങ്ങൾ, മുത്തുരത്നമണി പള്ളിപ്പൂമേടകൾ, അനേക വിധത്തിലുള്ള നിശിത ശസ്ത്രങ്ങൾ എല്ലാം അഗ്നി എരിച്ചു കഴിഞ്ഞു. ചെറുതും വലുതുമായ കെട്ടിടങ്ങളെ യാതൊന്നിനെയും അഗ്നി വിട്ടുകളഞ്ഞില്ല. ഗൃഹസ്ഥാശ്രമികൾ ആയിരിക്കുന്ന രാക്ഷസന്മാരുടെ സർവ്വ സൗകര്യങ്ങളും ഒത്തുചേർന്ന പാർപ്പിടങ്ങളും ഭസ്മമായി. കമനീയങ്ങളായ കനക കവചങ്ങൾ അണിഞ്ഞവർ, നല്ല വസ്ത്രങ്ങൾ, പൂമാലകൾ എന്നിവ ധരിച്ചവർ, മദ്യപാനം കൊണ്ട് ചഞ്ചലങ്ങളായ ദൃഷ്ടികളോട് കൂടിയവർ, ലഹരി കൊണ്ട് കാലിടറി നടക്കുന്നവർ, കാന്തങ്ങളെ ആലംബിച്ച വസ്ത്രങ്ങളോട് കൂടിയവർ, അരികളിൽ അത്യധികം അമർഷമുള്ളവർ, ഖഡ്ഗം, ശൂലം, ഗദ തുടങ്ങിയ ആയുധങ്ങളേന്തിയവർ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, മദ്യപാന നിരതരായിരിക്കുന്നവർ, അമോഘങ്ങളായ മഞ്ചങ്ങളിൽ പത്നിമാരോടൊന്നിച്ച് സുഖസുഷുപ്തിയിലാണ്ടവർ, അഗ്നിബാധ കണ്ട് പരിഭ്രമിച്ച് കുട്ടികളെയും എടുത്ത് നാലുപാടും ഓടുന്നവർ, ഇങ്ങനെയുള്ള അരക്കന്മാരെ ആരെയും ഒഴിവാക്കാതെ ഭസ്മമാക്കിക്കൊണ്ട് അഗ്നി ആളുകത്തി മികച്ചതും ഉറപ്പുള്ളതും ഗംഭീര ഗുണമാർന്നതും ചന്ദ്രൻ, അർദ്ധചന്ദ്രൻ എന്നിവയുടെ ആകൃതിയിലുള്ളതും വിസ്തൃത നിലാമുറ്റങ്ങളുള്ളതും രത്നങ്ങൾ പതിച്ച ജനലുകളും അനേകവിധ ഇരിപ്പിടങ്ങളും ഒത്തുചേർന്നതും സൂര്യനെ തൊടത്തക്ക ഉയരമുള്ളതും പവിഴരത്നങ്ങൾ ഇടയ്ക്കിടെ പതിച്ച് മയിലുകൾ, ക്രൗഞ്ചങ്ങൾ എന്നിവയുടെ കളകളനാദം വീണ ആഭരണം തുടങ്ങിയവയുടെ സുസ്വരം മുതലായവയും ഒത്ത് ഗിരിവര തുല്യങ്ങളായ പൊൻഗേഹക്കൂടുകളാൽ ശോഭയാർന്നതുമായ എല്ലാം ചെന്തീനാളങ്ങളാൽ ആവൃതമായി കണ്ടു. കാമന രൂപത്തിലുള്ള പടിവാതിലുകൾ വർഷകാലത്തിലെ മിന്നൽ പിണരോടുകൂടിയ കാർമേഘ നിര പോലെ ജ്വലിച്ചു. മഹാപർവ്വത ശിഖരങ്ങൾ കാട്ടുതീ കൊണ്ടു കരിഞ്ഞതുപോലെ ഉത്തുംഗ ഭവനങ്ങൾ നിൽക്കുന്നു. ദേവേന്ദ്രന്റെ വജ്രതാടനം കൊണ്ട് നിലം പതിച്ച മാമല കുടുമുടികൾ പോലെ ചെന്തി ഭക്ഷിച്ച വിമാനമന്ദിരങ്ങൾ വീണുകിടക്കുന്നു. വിമാനത്തിൽ സുഖനിദ്രയിൽ കിടന്നിരുന്ന വരതരുണികൾ മെയ്ക്കോപ്പുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഹിമാദ്രി കൊടുമുടിയിലെ മരുന്നിൻ കാടുകൾ കത്തുന്നത് പോലെ ലങ്കാനഗരിയിലെ ഓരോന്നും അഗ്നിയാൽ ആവൃതമായി. മാളിക ഭവനങ്ങളിലെ അഗ്രം വരെ തീയാളുന്നത് കണ്ടാൽ ലങ്കയിലെല്ലായിടവും ആ രാത്രിയിൽ അടിമുടി പൂത്തു നിൽക്കുന്ന പിലാശുവൃക്ഷങ്ങൾ നിരന്നതായി തോന്നും. കെട്ടുകളിൽ നിന്ന് ആനകളെയും കുതിരകളെയും കാവൽക്കാർ അഴിച്ചുവിട്ടു തുടങ്ങി. പ്രാണഭയത്താൽ അങ്ങിങ്ങോടുന്ന മൃഗങ്ങൾ നിറഞ്ഞ ലങ്കാപുരി കൽപ്പാന്തകാലത്തിൽ കളിച്ചു പുളയ്ക്കുന്ന മുതലകളോട് കൂടിയ മഹാസാഗരം പോലെയായി. പേടിച്ചോടുന്ന ആനകളെ കണ്ട് കുതിരകളും കുതിരകളെ കണ്ട് ആനകളും അഗ്നിയാണ് അടുക്കുന്നതെന്ന് കരുതും. പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഓടും. അഗ്നി ആളുന്ന നഗരിയാകെ ലവണാംബുതിയിൽ പ്രതിഫലിച്ചപ്പോൾ ചെങ്കടൽ ആണെന്ന് തോന്നി. കവിയൂഥവന്മാർ നിരത്തി കൊള്ളിവെച്ച രാക്ഷസേശ്വര നഗരി ഈ ഭൂമിയുടെ ഘോരനാശത്തെ വ്യക്തമാക്കുന്ന ഒരു പ്രദേശം പോലെയായി. പുക നിറഞ്ഞ്
ചെന്തി ചൂട് തട്ടിത്തുടങ്ങിയ രാക്ഷസികളുടെ നിലവിളി 10 യോജന ദൂരം വരെ എത്തിയിരുന്നു. ശരീരത്തിൽ മുഴുവൻ പൊള്ളലേറ്റ് പുറത്തേക്ക് പാഞ്ഞു വരുന്ന നിശാചരന്മാരോട് നേരിട്ട് പൊരുതുവാൻ അവിടെ കാത്തു നിൽക്കുന്ന വാനരന്മാർ തയ്യാറായി അടുത്തു. കവികളുടെ അലർച്ചകളും നക്തഞ്ചരന്മാരുടെ ബഹളങ്ങളും 10 ദിക്കുകളിലും അലയടിച്ചു. ആഴിയും ഓഴിയും മുഴുവൻ മുഖരിതമായി. അസുഖങ്ങളെല്ലാം അവസാനിച്ച് പൂർവാധികം ശക്തിയോടും തേജസ്സോടും കൂടി നിൽക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാർ ചണ്ഡങ്ങളായ ചാപങ്ങളെ കൈക്കൊണ്ടു. രാക്ഷസരെയെല്ലാം ഭയം കൊണ്ട് ഞെട്ടിക്കുന്ന ചെറുനാണൊലികൾ തുടർന്നു ഉയർന്നു. ദുഷ്ടനായ രുദ്രദേവന്റെ പിനാകത്തിൽ നിന്നെന്ന പോലെ കോദണ്ഡത്തിന്റെ ഞാണൊലി കേട്ട് ലങ്കാരാജ്യം മുഖരിതമാക്കിയ ദേവൻ അത്യുജ്വല ഭാസോടെ ആ അടർക്കളത്തിൽ നിന്നു. കവിസൈന്യങ്ങളുടെ കൂക്കിവിളി, അരക്കന്മാരുടെ ദീനവിലാപം, അവ രണ്ടിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഞാണൊലി എല്ലാം കൂടി 10 ദിക്കിൽ നിന്നും പ്രതിധ്വനി ഉദിച്ചു തുടങ്ങി. സഹോദരന്മാരുടെ പള്ളിവില്ലുകളിൽ നിന്ന് ബാണങ്ങളും പുറപ്പെട്ടു. കൈലാസ ഗോപുരം പോലെയുള്ള ഗോപുരം ശ്രീരാമസായകങ്ങളാൽ തരിപ്പണമായി കഴിഞ്ഞു. വിമാനങ്ങളിൽ, മണിമന്ദിരങ്ങളിൽ എല്ലായിടത്തും രാമശരങ്ങൾ കണ്ടപ്പോൾ ഇനി ഒഴിഞ്ഞിരുന്നിട്ട് കാര്യമില്ലെന്ന് തീർച്ചയാക്കിയ രാക്ഷസവര്യന്മാർ കേമമായി പടയ്ക്ക് ഒരുങ്ങിത്തുടങ്ങി. അടരിന് ഒരുങ്ങുന്ന അരക്കന്മാരുടെ സിംഹനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ആ നിശ പരിപൂർണ രൗദ്രവും ഭീകരവുമായി തീർന്നു. മഹാത്മാവായ സുഗ്രീവൻ വാനരന്മാരെ വിളിച്ച് വീണ്ടും, അടുത്തുള്ള വാതിലിൽ കൂടി കയറുവിൻ, അവിടെയുള്ള നിശാചരന്മാരോടുകൂടി യുദ്ധം തുടങ്ങുവിൻ. ഓരോ ഭവനത്തിൻ്റെയും സമീപം നിൽക്കുന്നവർ മുന്നോട്ടു കയറണം. ആരെങ്കിലും ഭീരുക്കളെ പോലെ പിന്മടങ്ങിയാൽ അവരെ നിഷ്കരുണം നിഗ്രഹിക്കാം. പിന്തിരിയുന്നത് രാജകൽപ്പനയെ അനാദരിക്കുകയാണെന്ന് ഓർമ്മയിരിക്കട്ടെ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.